ഇതുകൊണ്ട് ഞാൻ അക്കരെ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പം എന്നെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്താ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് ബാബു. ബാബു ചേട്ടൻ എന്നെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തേ? ജോസിമോൻ്റെ സൗണ്ട്, എൻ്റെ സൗണ്ട് കേട്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സൗണ്ട് കിട്ടിയവരുടെ കറക്റ്റ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഐഡൻറ്റിഫൈ ആയിരുന്നു. പക്ഷെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഫേസ്ബുക്ക് വഴിയുള്ള പരിചയമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ സെറ്റ് ഉണ്ട്. അതെ അതെ, ബാംഗ്ലൂർ സെറ്റ് ഉണ്ട്. 44 വർഷമായിട്ട് അവിടെ തന്നെയാണ്. 44 വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെ സെറ്റിൽഡ് ആണ്. അങ്ങനെ ഒരാൾ എന്നെ ഒറ്റ നോട്ടത്തിലല്ലേ സൗണ്ട് ഞാൻ ഈ കടയുടെ ബാക്കിൽ നിന്നിട്ട് ഞാൻ കൈ കഴുകാനായിട്ട് പോയപ്പോൾ പുറകിൽ നിന്ന് വന്ന് ഞാനോർത്ത് അടിക്കാൻ വല്ലോ ആയിരിക്കുന്നത് പെട്ടെന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്നാരല്ലേന്ന് ചോദിച്ചു. ഞാൻ കൈ കഴുകിക്കൊണ്ട് നിൽക്കുക. പറഞ്ഞു ഇന്നാരല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്നാരാണ്. അപ്പം എൻ്റെ സൗണ്ട് കേട്ടിട്ട് അതൊരു ഭയങ്കര അത്ഭുതം കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചേട്ടാ എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാനുള്ളത്? എല്ലാവരോടും ഞാൻ എന്താ പറയുക, എനിക്ക് ഈ റാന്നിയിലെ വിവരങ്ങളെല്ലാം അറിയുന്നത് ജോസിമോൻ വഴി തന്നെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ ബാംഗ്ലൂരാണെങ്കിലും റാന്നിയിൽ എന്ത് നടന്നാലും ഞാൻ അന്നേരം അറിയുന്നുണ്ട്. അത് വലിയ കാര്യമാണ് എനിക്ക്. ഇനി മുന്നോട്ട് തന്നെ ജോസിമോൻ അങ്ങനെ തന്നെ പോകണം. ജോസിമോൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിരുന്നായിരുന്നു മെസ്സേജ്. അത് മുന്നോട്ട് തന്നെ പോകുമായിരിക്കും. നടക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകും, ആരും എന്ത് പറഞ്ഞാലും. അപ്പോൾ ഇതാണ് എന്നെ പോലുള്ള സാധാരണക്കാരൻ്റെ ഒക്കെ സപ്പോർട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു.